നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ? അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാൻ തയ്യാറെടുക്കുന്നവരാണോ? തീർച്ചയായിട്ടും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടാകാം. ഈ പ്രഗ്നൻസി പീരീഡ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? എൻ്റെ കുഞ്ഞ് ആരോഗ്യവാനായിരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ഡെലിവറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? എനിക്ക് നോർമൽ ഡെലിവറി ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സാധാരണമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻ്റായ ലേഡീസിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. അതിനകത്ത് ഇൻഫർമേഷൻസ് പലരും പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട്, കാരണം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കരുതലുകളാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കെയറാണ് ഞാൻ എടുക്കേണ്ടത്, അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലായ്മയുണ്ടാവാം. പിന്നെ നമുക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആവാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂലം നന്നായിട്ട് ഒരു സന്തോഷത്തോടെയും ശാന്തതയോടെയും കൂടി കൊണ്ടുപോകേണ്ട ഈ പ്രഗ്നൻസി പീരീഡ് നമ്മൾ സ്ട്രെസ്സും കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡ് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് അമ്മയുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടാവാം, നിങ്ങൾക്ക് സ്ട്രെസ് ഹോർമോൺസ് കൂടി നിങ്ങളുടെ പ്രഷർ കൂടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അതേസമയം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കാം ആയിട്ടുള്ള ഒരു അമ്മയല്ല എങ്കിൽ അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വരെ അത് ബാധിക്കാം. കാരണം സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റും മന്ദഗതിയിലായിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന് പിറന്നു കഴിഞ്ഞാൽ ഒത്തിരിയും ആങ്സൈറ്റിയും പേടിയും ഒക്കെയുള്ളൊരു കുഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ആ കുഞ്ഞിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ പഠനത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ കുട്ടി വളരെ ഹൈപ്പർ ആക്റ്റീവായിരിക്കും. അതേസമയം ഒരു കോൺഫിഡൻറ്റും അതുപോലെ തന്നെ ഒരു ശാന്തതയോടും കൂടിയുള്ള ഒരു അമ്മയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ കണക്ഷൻസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. കുഞ്ഞിന് നന്നായിട്ട് ഇമോഷണൽ ബോണ്ടിങ് അമ്മയുമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു സെക്യൂരിറ്റി അമ്മയുമായിട്ട് വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രഗ്നൻസി പീരീഡാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി പീരീഡ് വേണോ, അല്ലെങ്കിൽ ഫിയർ ആൻഡ് കൺഫ്യൂഷൻ ടെൻഷൻ നിറഞ്ഞ പ്രഗ്നൻസി പീരീഡ് വേണോ? തീർച്ചയായിട്ടും ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പ്രഗ്നൻസി കെയർ രംഗത്ത് പരിചയമുള്ള വ്യക്തിയാണ്. ഞാനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാം ആൻഡ് കോൺഫിഡൻസ് പ്രഗ്നൻസി മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നോളജ് മാത്രമല്ല, നിങ്ങളുടെ ഇന്നർ കോൺഫിഡൻസ് കൂടി ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെലിവറിയെ ഒരു സാധാരണ പ്രക്രിയയായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പേടി കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്.